ബഹ്റിൻ കേരളീയ സമാജത്തിലേക്ക് ബഹറുള്ള 3 ലക്ഷം മലയാളികളെ ഞങ്ങൾ ഹൃദയപുരസ്സരം സ്വാഗതം ചെയ്യുകയാണ്. നമുക്കൊന്നിച്ച് രുചി വൈവിധ്യങ്ങളുടെ ഈ ഓണം നമുക്ക് ഇപ്രാവശ്യം ആഘോഷിച്ചുകളെ. മേലാൽ ഇനി ഇങ്ങനത്തെ ആഘോഷം ഉണ്ടെങ്കിൽ എല്ലാവരും ഉറപ്പായിട്ടും ബഹ്റിൻ കേരളീയ സമാജത്തിൽ വന്നിട്ട് ഫുഡ് അടിച്ചേക്കണം. ഈ വൈബ് ലോകത്ത് വേറെ ഒരു സ്ഥലത്തും കിട്ടൂല. ഈ കുടുംബത്തിൽ സന്തോഷം മലയാളി പോലിയാടാ ഉത്സവങ്ങൾ കൊണ്ടാടാ സ്നേഹത്തിന്റെ ഭൂമിയിൽ സമൃദ്ധിയുടെ നൊമ്പരാ മലയാളി പോലിയാടാ. ഈ കുടുംബത്തിൽ സന്തോഷം മലയാളി പോലിയാടാ ഉത്സവങ്ങൾ കൊണ്ടാടാ സ്നേഹത്തിന്റെ ഭൂമിയിൽ സമൃദ്ധിയുടെ നൊമ്പരാ സമൃദ്ധിയുടെ നൊമ്പരാ. ഞാൻ നേരത്തെ സ്റ്റേജിൽ അനൗൺസ് ചെയ്തത് തണലിന്റെ കല്ലുമക്കായാണ്. ഇത് നമ്മുടെ കണ്ണൂർ കോഴിക്കോട് ജില്ലകളിൽ മാത്രം കിട്ടുന്ന സാധനമാണ് കണ്ണൂർക്കാരുടെ സ്പെഷ്യൽ. ഇവിടെ കച്ചവടം ഇവിടെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. ബീഫ് കറിയിൽ മുക്കിയിട്ട് മാമ്പഴം പനി കഴിയാം. ഏറ്റവും ഇഷ്ടപ്പെട്ടത് പഞ്ഞിരോട്ട് കായൽ നിന്നും നമ്മുടെ ഷെഫ് പിള്ളയുടെ കൊല്ലത്തിന്റെ അഭിമാനമായ ഷെഫ് പിള്ളയുടെ സ്പെഷ്യലായ ഫിഷ് നിർവ്വാണയാണ് ഞങ്ങൾ. നമസ്കാരം. നാസർ ടെക്സിമിന്റെ പുതിയൊരു വീഡിയോ വരുന്നുണ്ട്. അതിനകത്ത് ഹീറോ ഞാനാണ്. അംബാനെ ശ്രദ്ധിച്ചേക്കണേ. അപ്പൊ എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടിപൊളി വീഡിയോ ആണ്. പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇതിനകത്ത് കള്ളുണ്ട്, കരിമീനുണ്ട്, കപ്പയുണ്ട്. എല്ലാരും അടിച്ചു കയറി വാ, അടിച്ചു കയറി വാ മോനെ, അടിച്ചു കയറി വാ. മലയാളി പോലിയാടാ ചിന്ന കടക്കാരേ, ചിന്ന കടക്കാരേ, ഇന്ന് ഇവിടെ കരിമീൻ നിർമ്മാണം. ഈ കരിമീൻ അഷ്ടമുടിക്കായലിൽ നിന്നും ഇന്ന് രാവിലെ കൊണ്ടുവന്നതേ ഉള്ളൂ. അഷ്ടമുടിക്കായലിൽ നിന്നും ഇന്ന് രാവിലെ നല്ല ഫ്രഷ് കരിമീൻ കൊണ്ടുവന്ന് നിങ്ങൾക്ക് വേണ്ടി ചിന്ന കടക്കാരില്ല. പ്രവാസി അസോസിയേഷന്റെ കൈകൾ കൊണ്ടുണ്ടാക്കിയ പ്രവാസശ്രീയാണ്. കൊല്ലം പ്രവാസി അസോസിയേഷന്റെ വളയിട്ട കൈകൾ കൊണ്ടാണ് ഈ ഫിഷ് നിർമ്മാണം അല്ലെങ്കിൽ കരിമീൻ നിർമ്മാണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ബഹ്റിൻ കേരളീയ സമാജത്തിന്റെ ഓണാഘോഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് രുചിമേള. കേരളത്തിന്റെ തനതായ രുചിയെ നമുക്ക് അടുത്തറിയുവാനും ആസ്വദിക്കുവാനും കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള രുചി ഭേദങ്ങള് ആസ്വദിക്കുവാനും എല്ലാവരെയും നമ്മൾ സമാജത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മക്കളെ പൊളപ്പനാണ്, മക്കളെ പൊളപ്പൻ. ഈ തട്ടുദോശ ലോകത്ത് വേറെ ഒരിടത്തും കിട്ടൂല. ഒരിടത്തും കിട്ടാത്ത തട്ടുദോശയും അതിന്റെ കൂടെ മുട്ട പൊരിച്ചതും
അതിന്റെ കൂടെ രസവട് ഇത് മക്കളെ എന്തൊരു സുഖം. കഴിച്ചോളാം നല്ല പൊളപ്പൻ കോളിയും നല്ല പൊളപ്പൻ സന്തോഷത്തിന്റെ പേരില് ജനങ്ങൾ കാണുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന സന്തോഷം ഉണ്ടല്ലോ. അതിന്റെ പേരില് ഒരുപാട് ജനങ്ങളുണ്ട്. എല്ലാവരെയും സ്നേഹപൂർവ്വം ഈ ഒരു ഡയമണ്ട് ജൂബിലി ഹാളിലേക്ക് സ്വാഗതം ചെയ്യാം. ബഹുമാന്യനായ പ്രസിഡന്റ് ടി വി രാധാകൃഷ്ണ പിള്ളയാണ്. സാറ് എങ്ങനെയാണ് ഈ രുചിമേള? ഓണം വർഷങ്ങളായിട്ട് ബഹ്റൈൻ കേരളീയ സമാജത്തിലെ വലിയ ആഘോഷമാണ്. എനിക്ക് തോന്നുന്നു പ്രവാസ ലോകത്ത് ഇത്രയും ബൃഹത്തായി ഓണം ആഘോഷിക്കുന്ന മറ്റൊരു പ്രദേശം ഉണ്ടാവില്ല. അപ്പം മലയാളികളുടെ ഒരു പൊതു ഇടം എന്ന നിലയിൽ ബഹ്റൈൻ കേരളീയ സമാജം എല്ലാ മലയാളികളെയും സംഘടിപ്പിച്ചുകൊണ്ട് ഓണാഘോഷം നടത്തുക എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് നമ്മൾ തുടക്കം മുതൽ നിലനിർത്തിക്കൊണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ഒരു വൈവിധ്യം കൊണ്ടുവരിക എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പലഹാരമേളയായിട്ട് 3 വർഷം ആരംഭിച്ചത്. മുമ്പ് ഞങ്ങൾ വന്നിട്ടുണ്ട്. അതെ. പലഹാരമേള നമുക്കറിയാമല്ലോ. ഓണവും പലഹാരമായിട്ട് വലിയ ബന്ധമുണ്ട്. നമ്മുടെ വീട്ടിലെ സ്ത്രീകളൊക്കെ നമ്മൾ ഈ പലഹാരം ഉണ്ടാക്കാനായിട്ടൊക്കെ ദിവസങ്ങൾക്ക് മുമ്പ് കാത്തിരിക്കുന്ന ഒരു തയ്യാറെടുപ്പ് തുടങ്ങുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ അതൊന്ന് റീക്രിയേറ്റ് ചെയ്യാന്ന് വിചാരിച്ചാൽ നമ്മൾ പലഹാരമേള തുടങ്ങി. അപ്പൊ പലഹാരമേള തുടങ്ങിയപ്പോൾ കാസർഗോഡ് നിന്ന് കന്യാകുമാരി വരെയുള്ള രുചി വൈവിധ്യങ്ങളായി എന്താ എന്ന ഒരു ചോദ്യം കഴിഞ്ഞ വർഷം ഉണ്ടായി. അപ്പൊ അങ്ങനെയാണ് ഞങ്ങള് രുചി വൈവിധ്യങ്ങളുടെ ഒരു ഓണമായിട്ട്. അല്ലെ, ഓണം അങ്ങനെയാണല്ലോ. ഓണം സദ്യയുമായി ബന്ധപ്പെട്ടതാണ്, നമ്മുടെ രുചി വൈവിധ്യങ്ങളായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പം കേരളത്തിലെ എല്ലാ ആളുകളെയും കേരളത്തിലെ വടക്കോട് തെക്ക് വരെയുള്ള രുചി വൈവിധ്യങ്ങൾ മലയാളിക്കൊന്ന് പരിചയപ്പെടുത്തുക എന്നുള്ള ഒരു കോൺസെപ്റ്റാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ ഒരുപാട് പ്രാദേശിക സംഘടനകള്, പ്രാദേശികമായ ചെറിയ ചെറിയ കൂട്ടായ്മകൾ ഒക്കെ ഇതുമായിട്ട് സംഘടിക്കാം. ഞങ്ങളിപ്പോ വന്നപ്പോ ബഹ്റൈനിലുള്ള മലയാളികൾ മാത്രമല്ല, സൗദിയിലുള്ള ഒരു സുഹൃത്തിനെയും ഞങ്ങൾ ഇവിടുന്ന് തീർച്ചയായിട്ടും അറബ്സ് വരുന്നുണ്ട്. വൈകുന്നേരം അറബ്സ് വരുന്നുണ്ട്, നോർത്ത് ഇന്ത്യൻസ് വരുന്നുണ്ട്. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് നമ്മുടെ മലയാളികളുടെ ഐക്യമാണ്. കാരണം പുറം നാടുകളിൽ പ്രവാസി ഒറ്റക്കെട്ട, അവിടെ രാഷ്ട്രീയമില്ല, മതമില്ല, ജാതിയില്ല, മറ്റു ഉച്ചനീചത്വങ്ങളൊന്നുമില്ല. ശരിക്കും മഹാബലിയുടെ കോൺസെപ്റ്റ് അനുസരിച്ച് ഓണം ആഘോഷിക്കുന്ന പ്രവാസികൾ. അപ്പൊ അത് തന്നെയാണ് ഇതിന്റെ ഒരു തീം എന്ന് പറയുന്നത്. അപ്പൊ അതില് എല്ലാവരുടെയും സഹകരണമുണ്ട്. നമുക്ക് ഒന്നിച്ച് അടിച്ചു പൊളിച്ച് പിന്നെ ഓണം ആഘോഷിക്കണം. ഈ ബഹ്റൈൻ കേരളീയ സമാജം ലൈബ്രറി ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത്. അത് മാത്രമല്ല, ഈ മുട്ട കാണുന്നത് ഈ ഇതിനകത്ത് ഈ മുളകുപൊടിയൊക്കെ തേച്ച് വെച്ചേക്കുമ്പോഴത്തേക്കും ചിലർക്ക് ചില ചിന്തകളൊക്കെ പോകും. അതെ, ആ ചിന്തയിലേക്ക് പോകരുത് എന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ കോഴിമുട്ട, ഇതിന്റെ പേരെന്താണ്? മുട്ട നമ്മളൊരു സ്റ്റാളുണ്ട്, നമ്മ കാസർഗോഡ്. എല്ലാവരും കവറ്, എല്ലാവരും നല്ല ഭംഗിയായിട്ട് എല്ലാം ഫോട്ടോ. നമ്മൾ ഓൾറെഡി ഓർഡർ തന്നിട്ട് പോയിട്ടുണ്ട്. ഇത് ബീഫ്, ഇത് കപ്പ, ബീഫ് ഫ്രൈ ഉണ്ട്, മീൻ കറിയുണ്ട്, പൊറോട്ടയുണ്ട്, ദോശയുണ്ട്, സാമ്പാറുണ്ട്, ചമ്മന്തിയുണ്ട്. കരിമീനൊക്കെ നിങ്ങൾ ഇവിടെ
ഞങ്ങൾ കൊല്ലത്ത് നിന്ന് കൊണ്ടുവന്നതാണ്. ട്രൈ ചെയ്ത് ഞങ്ങൾ ഇവിടെ പിടയ്ക്കുന്ന കരിമീൻ കൊല്ലത്ത് നിന്ന് രാവിലെ എത്തി ഫ്ലൈറ്റിൽ ഞങ്ങൾ പൊരിച്ചെടുത്തു. ഓക്കെ. ഇവിടെ കോഴി ഉണ്ടാക്കിയ ഒരു സ്ത്രീയെ ഞാൻ പരിചയപ്പെടുന്നു. തിരുവനന്തപുരത്തുകാരിയാണോ? എവിടെ പാലോട്ടുകാരിയാണ് കോഴി ഉണ്ടാക്കിയിരിക്കുന്നത്. കോഴി ഉണ്ടാക്കി ഉഗ്ര കോഴിയുണ്ടോ? നല്ല ലക്ഷണമൊക്കെ കോഴി ഉണ്ടാക്കിയിരിക്കുകയാണ്. തിരുവനന്തപുരത്തിന്റെ മാത്രം പ്രത്യേകത കോഴി. ഈ സ്റ്റോള് തിരുവനന്തപുരം നല്ലേ തിരുവനന്തപുരം കേരളീയ സമാജത്തിൽ ഗൾഫിൽ ഏറ്റവും വലിയൊരു ആഘോഷമാണ് ഇപ്പോൾ ഞങ്ങളിപ്പോൾ എവിടെ അറിയാം രുചിമേളതാണ്. ഒരുപാട് ജില്ലയുടെ സ്റ്റാറുകളാണ് നമുക്ക് ഈ കാണാൻ പറ്റുന്നത്. താറാവ് മപ്പാസ് ഉണ്ട്. ആ താറാവ് മപ്പാസും നല്ല വെള്ളയപ്പം അല്ലെങ്കിൽ നല്ല ഇടിയപ്പം കൂട്ടിയിട്ട് കഴിക്കാം. അതിന്റെ ഗ്രേവി മതി നമുക്ക് കഴിക്കാം. പൊളിയാണ്. ഫ്രൈസാണ് ഇത്. സ്ട്രാറ്റജിയാണ്. രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് പോലും യൂസ് ചെയ്തൊരു സ്ട്രാറ്റജിയാണിത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചായക്കട എന്ന് പറയുന്നത്, നാട്ടിലെ ചായക്കട എന്ന് പറയുന്നത് രാഷ്ട്രീയമായും സാംസ്കാരികപരമായുള്ള കാര്യങ്ങൾ ഒരുപാട് ചർച്ചകൾ നടക്കുന്നതാണ്. അതുപോലുള്ള ഇടമാണ് നാട്ടിലെ ചായക്കട. ഇടം അങ്ങനെയൊരു ഇടമാക്കി ഇതിനെ മാറ്റുകയാണ്. ഇവിടെ രാഷ്ട്രീയമായും സാംസ്കാരികമായും हिंदी मेरा हिंदी मुश्किल है. हमारा हिंदी बहुत बुरा है मोलाली. ओके. पानीपुरी कंट्री ഈ പാനിപ്പൂരിക്ക് ഹിന്ദി ആവശ്യമില്ലല്ലേ? വേറെ വൈബാണ്. ഒരു രക്ഷയില്ല. നമുക്ക് എക്സ്പീരിയൻസ് ആണ്. പല സംസ്കാരങ്ങൾ അറിയാൻ പറ്റും. അറിയുന്നില്ലേ ആ ഒരു വൈബ് ഓണം എത്തി. ഇത് പരിപ്പ് പായസാണ്. വെരി ടേസ്റ്റി ആണ് കേട്ടോ. ഇത് കാരറ്റ് ഉപ്പിലിട്ടത്, പൈനാപ്പിൾ ഉപ്പിലിട്ടത്, മാംഗോ ഉപ്പിലിട്ടത്. ഇത് മാംഗോ ആണ്. പിന്നെ ഇതാ ഇത് മത്തി വറുത്തതാണ്. മത്തി വറുത്തതാണ്. അതാ ഇലയുടെ അതെ അതെ നാടൻ മത്തിയാണ്. കലയുടെ നാട് ഞാനടാ. സൂര്യൻ നാടൻ മത്തിയാണ്. ഒരു പാട്ട് പാടി കളികളിൽ ചാമയാടും എല്ലാ ഐറ്റംസും എടപ്പാളയം ഞങ്ങൾ കൊടുത്തിരിക്കും. മായം ചേർക്കാത്ത ഐറ്റംസ്, പപ്പടം, മുരിങ്ങടല, എല്ലാ ഐറ്റംസും ഞങ്ങളുടെ എടപ്പാളയം ഒറ്റക്കെട്ടായിട്ട് ഒരു കുടുംബത്തിന് വേണ്ടി എല്ലാവർക്കും ഞാൻ കഴിച്ചത് ഞാൻ എടപ്പാളയത്തിൽ ഉണ്ടാക്കിയ ഭക്ഷണം. അതെ, പായസം കഴിച്ചോളൂ, എല്ലാം കഴിച്ചോളൂ. എല്ലാം നാച്ചുറലാണ്, മായല്ല. എന്റെ പേര് മുരളി, എടപ്പാളയം മുരളി. കഴിക്കൂ, പായസം സാമ്പിൾ നോക്കൂ.
സമാജത്തില് നമ്മൾ കാസർഗോഡ് സ്റ്റാളിന് മുമ്പിലാണ് നമ്മളുള്ളത്. നമ്മളെ കുറെ കാസർഗോഡിന്റെ സ്ഥാനത്ത് ഫുഡ് ഉണ്ട്. അത് നമ്മൾ പുറത്തെ ഹോട്ടലിൽ കിട്ടൂല. അങ്ങനെയുള്ള ഐറ്റംസ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഒരു പാഷൻ ഫ്രൂട്ട് എവിടുന്ന കൊണ്ടുവന്നിരിക്കുന്ന പാഷൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പാഷൻ ഫ്രൂട്ട് ആണ്. പാഷൻ ഫ്രൂട്ട് പൊതിത്തുണ്ട്. പിന്നെ ഒറിജിനൽ പാഷൻ ഫ്രൂട്ട് ആണ്. ഇതിന്റെ ഗ്രേവി വേണ്ടി നമുക്ക് കഴിക്കാൻ നല്ല നൈസ് പത്തിരി ഉണ്ട്. നൈസ് പത്തിരിയും ഒരു കോഴിമുട്ട ഇനി പെടുത്താൻ പാടൊന്നുമില്ല. അടിച്ച് ചപ്പിച്ച് പൊരിച്ചെടുത്തോണ്ട് വന്നേക്കാം. കൊഞ്ചുമാങ്ങ ഉണ്ടാക്കി മുട്ടിന്റെ പേരെന്താ? ചിഞ്ചു. നല്ല മാച്ചിങ്. അതല്ലേ ചിഞ്ചു. പേരാലോചിച്ച് നോക്ക്. കല്ലു ചിഞ്ചു, ചിഞ്ചു കല്ലു. ഓക്കെ, താങ്ക് യു. മുല്ലപ്പന്തലാണ്. ജ്യൂസ് സെക്ഷനുണ്ട്. പക്ഷെ എന്റെ പൊന്നൊരു കൊഞ്ചുമാങ്ങ നിങ്ങൾ എല്ലാവരും ഓണാട്ടുകരാക്കി. സമാജത്തിലെ എല്ലാ നടത്തി വരുന്നതാണ് ഇങ്ങനത്തെ പേടകള്. പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി കളർഫുൾ ആണെന്നുള്ളതാണ്. കുറെ ആൾക്കാർ ആവേശത്തിൽ എത്തിയിട്ടുണ്ട്. ഇനിയും ഒരുപാട് ആൾക്കാർ ഇത് ഞങ്ങളുടെ നോർമൽ കടികളാണ്. ഞങ്ങൾക്ക് മെയിൻ ആയിട്ടുള്ളത് റങ്കണ്ണൻ കോംബോ ഉണ്ട്. റങ്കണ്ണൻ കോംബോ, നിധി പൊറോട്ട, പാൽക്കപ്പ വെച്ചിട്ടുള്ള പല കോമ്പിനേഷൻസ്. പാൽക്കപ്പ ബീഫ്, പാൽക്കപ്പ ബീഫ്, മട്ടൺ, ചിക്കൻ, പാൽക്കപ്പ ചമ്മന്തി, വെജാർക്ക്, അങ്ങനെ. അതാണ് റങ്കണ്ണൻ കോംബോ. പിന്നെ നമുക്കുള്ളത് നിധി പൊറോട്ട ഉണ്ട്, അമ്പാൻ ഷവർമ ഉണ്ട്. ഇതൊക്കെ ലൈവായിട്ട് ഇവിടുന്ന് കുക്ക് ചെയ്ത് തരും. ഇത് ഞങ്ങളുടെ അജുവിന്റെ കടികളാണ്. സ്റ്റാളോട്ടാണ് നിൽക്കുന്നത്. കഴിഞ്ഞ 3 വർഷക്കാലമായിട്ട് ഈ എന്താ പറയാ ഈ സ്റ്റാളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു സ്റ്റാളാണ് നമ്മുടെ കൊല്ലം ചിന്നക്കട എന്ന് പറയുന്നത്. നമ്മുടെ സ്പെഷ്യലാണ് കരിമീൻ നിർവാണ, കരിമീൻ പൊള്ളിച്ചത്, ബീഫ്, കപ്പ, ഫിഷ് കറി, ഇതൊക്കെയാണ് നമ്മുടെ സ്പെഷ്യല്. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ റീസണബിൾ പ്രൈസിൽ നമുക്ക് ഇവിടെ എല്ലാം നിറഞ്ഞിരിക്കുകയാണ്. ഈ കാഞ്ഞിരോട്, കൊല്ലത്തിന്റെ കാഞ്ഞിരോട്ട് കായൽ നിന്നും നമ്മുടെ ഷെഫ് പിള്ളയുടെ, കൊല്ലത്തിന്റെ അഭിമാനമായ ഷെഫ് പിള്ളയുടെ സ്പെഷ്യലായ ഫിഷ് നിർവാണയാണ് ഞങ്ങൾ ഇവിടെ ലൈവ് കുക്കിംഗ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ചാർജ് അധികം വരുന്നില്ല, 2.5 പിടി മാത്രമേ ഉള്ളൂ. ഇവരുണ്ടാക്കുന്ന നല്ല മീൻകറി ഉണ്ടാകും. നല്ല മീൻകറി, നല്ല ബീഫ് അപ്പുറം നമ്മളെ ചെത്തേശുണ്ട്. ഇതിന് പ്രത്യേകത അറിയോ? ഇത് സൗന്ദര്യം കൂടും, ബുദ്ധി വളരും. സൗന്ദര്യം കൂടും, ബുദ്ധി വളരും, ഹൈറ്റ് വളരും, എല്ലാം കൊണ്ടും ഓക്കെ. അല്ല, ഉള്ള ബുദ്ധിയല്ലേ വളരുള്ളൂ. അതല്ലേ ഇത് കഴിച്ചാൽ പെട്ടെന്ന് വളരെ എല്ലാം കൊണ്ടും ബുദ്ധി മുടി വളരും. ആ ശ്യാമയുടെ മുടി കണ്ടോ? അത് കണ്ടോ? നമ്മുടെ മനസ്സിലെ അതിന്റെ മുകളിൽ ഐസ്ക്രീം. ഞാൻ നേരത്തെ സ്റ്റേജിൽ അനൗൺസ് ചെയ്തത് തണലിന്റെ കല്ലുമ്മക്കായാണ്. ഇത് നമ്മുടെ കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ മാത്രം കിട്ടുന്ന സാധനമാണ്. കണ്ണൂർക്കാരുടെ സ്പെഷ്യൽ. ഇവിടെ ആൾക്കാർ വന്നിരിക്കുന്നുണ്ട്. സ്പെഷ്യൽ ഗ്യാരണ്ടീഡ്. ഒരുപാട് കുട്ടികൾക്ക് തണലാകുന്നത് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഫ്ലൈറ്റ് ഇന്നത്തെ ഫ്ലൈറ്റ്
പിന്നെ കണ്ണൂർ താമരശ്ശേരിക്കാരുടെ കൊച്ചിക്കോയുണ്ട്. ആ കൊച്ചിക്കോയെ കഴിച്ചാൽ താമരശ്ശേരി ചെന്ന് ഓടിക്കാൻ അടിപൊളി പഴംപൊരി ബീഫ് റോൾ, മലയാളികളുടെ സ്വന്തം റോൾ, പഴംപൊരി ബീഫ് റോൾ, നെയ്പത്തലും ബീഫും, ചിക്കൻ, നെയ്പത്തലും ബീഫും. ഇവിടുന്ന് വാങ്ങിക്കുന്ന ഓരോ പൈസയും നാട്ടിലെ കുട്ടികൾക്ക് ചാരിറ്റിയാണ്. നാട്ടിലെ കുട്ടികൾക്ക് ഡയറക്റ്റ് കുട്ടികളിലേക്ക് എത്തുന്നതാണ്. നമ്മള് കാസർഗോഡുകാർ എന്ന ഒരു സ്റ്റാളിലാണുള്ളത്. നമ്മുടെ കാസർഗോഡിന്റെ തനത് വിഭവങ്ങൾ വളരെ ഒരു കോംബോ ഓഫറിലാണ് നൽകുന്നത്. മാത്രമല്ല ഏറ്റവും അത് കേരളത്തിലെ മറ്റൊരു ജില്ലക്കാർക്കും ഇല്ലാത്ത പല പ്രത്യേകതയുമുള്ള വിഭവങ്ങളാണ് കാസർഗോഡ്. അപ്പൊ ആ വിഭവങ്ങളാണ് നീർദോശ കറി, നൈസ് പത്തരി കറി, നെയ്പത്തരി കറി, കടുമ്പ് കറി, കലത്തപ്പം കറി, ഗോളി ബജ, തോരക്കറി. നിങ്ങൾ കേരളത്തിൽ ഒരു സ്ഥലത്തും കിട്ടില്ല. ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഗോളി ബജ ഉണ്ട്, നെയ്പത്രി ഉണ്ട്, അവിടെ നിന്നുണ്ട് നീർദോശ. ചെറുമുറു ബീഫ് പള്ളിക്കറി, ചെമ്മീൻ പള്ളിക്കറി, ബീഫ് പള്ളിക്കറി. പള്ളിയിൽ സംഭവം ആ ഒരു ടേസ്റ്റ് പള്ളിക്കറി. സൂപ്പർ പള്ളിക്കറി. ചിക്കൻ വറവ്, പള്ളിക്കറി കഴിച്ചോ? എന്താ ഇതിന്റെ പ്രത്യേകത? അതൊരു പള്ളിയിലുണ്ടാക്കിയ സാധനം. നീർദോശ, കാസർഗോഡിന്റെ ഇതെന്ന് കളഞ്ഞു. ഇത് കാസർഗോഡിന്റെ ചെമ്മീൻ കൽത്തപ്പം, ഗോളിബജി ചട്ടി, സൂപ്പർ എല്ലാം അടിപൊളി. ചെമ്മീൻ കൽത്തപ്പം കാസർഗോഡ് പ്രത്യേകിച്ച് മുത്തുകളാണ്. കാസർഗോഡിന്റെ മുത്തുകൾ എല്ലാം സ്പെഷ്യൽ ഐറ്റമാണ്. അടിപൊളി കേട്ടോ. ഏറ്റവും ഇഷ്ടപ്പെട്ടത് പള്ളിക്കറി. നിങ്ങളുടെ ഭാഷ എന്ന് പറഞ്ഞാൽ എന്തെല്ലാം പറഞ്ഞ മുട്ടയുണ്ട്, മാങ്ങയുണ്ട്, തക്കാളി, ഉള്ളി, പിന്നെ നമ്മളെ പൊരിച്ച കടല, മല്ലി, മുട്ട, ഉപ്പ്, മുളകുപൊടി, സാമ്പാർ പൊടി എല്ലാം ഇട്ടിട്ടുള്ള മസാല. കാസർഗോഡിൽ മാത്രം സിഗ്നേച്ചർ കാസർഗോഡ് ചെറുമര് ആർക്കെല്ലാം കണ്ട്
ഫ്രീ ആയിട്ട് ഇവിടെ സ്നേഹനദിന്റെ പേരെന്താണ്? സംഗീതാണ്. സ്നേഹനദിയാണ് എനിക്ക് ഒരു പീടി തന്നിരിക്കുന്നത്. മിനി പൊറോട്ട, കുട്ടി ചായ്, ബിബി കോംബോ, അമ്പാൻ ഷവർമ. അമ്പാൻ ഷവർമ. ഒരുപാട് വെറൈറ്റി ഡിഷുകൾ മാത്രം വിളമ്പുന്ന ഇതിന്റെ പേര് പഠിച്ചു വെച്ചോളൂ. ഒന്നുകൂടെ പറഞ്ഞോ. അല്ല, ഈ ഡിഷിന്റെ പേര് ഡിബുമോ മിനി പൊറോട്ട, അമ്പാൻ ഷവർമ, കുട്ടി ചായ്, അജുവിന്റെ കടികൾ, ഷാൻഡൻ സ്റ്റൂസ്. എന്റെ പൊന്നോ, ബ്രാൻഡ് അംബാസിഡർ ആക്കി വെച്ചുകൊണ്ടാണ് ആവേശത്തിന്റെ കച്ചവടം. നാടൻ തട്ടുകട, നല്ല ഗോതമ്പ് കൂട്ട്, കപ്പ, ചെണ്ടമുറിയൻ കപ്പ, പിന്നെ കപ്പയ്ക്ക് വേണ്ട പിന്നെ മുളക് ചമ്മന്തി, മുളകും ചെറിയുള്ളിയും കൂടെ കൈകൊണ്ട് ഉടച്ചെടുത്ത ചമ്മന്തി. അതെ, മഞ്ഞക്കിളിയാണ് എല്ലാം മഞ്ഞക്കിളിയാണ്. മഞ്ഞക്കിളിയുടെ ചഞ്ചര അതുപോലെ മഞ്ഞ കപ്പയുണ്ട്, മഞ്ഞ പഴംപൊരിയുണ്ട്, മഞ്ഞ സുന്ദരിമാരുണ്ട്. അപ്പൊ വേഗം വരിക. ഈ സ്റ്റോളിന്റെ പേര് നാടൻ തട്ടുകട. അങ്ങനെയാണെങ്കിൽ ചെണ്ടാമുറിയും കപ്പയും മുളക് ചമ്മന്തിയും സമാജത്തിൽ വന്നിട്ട് നമ്മൾ ചെണ്ടമുറിയും കപ്പയും അതിനോടൊപ്പം കൈകൊണ്ട് ഉടച്ചെടുത്ത മുളകും ചെറിയുള്ളിയും വെളിച്ചെണ്ണയും കൂടെ കൂട്ടിയിട്ടുള്ള സാധനങ്ങൾ കഴിക്കുക. നമ്മള് കുട്ടികൾക്കൊക്കെ ഇത് വാങ്ങിക്കൊടുക്കുക. ആ മുള നമുക്ക് പൊളിയാണ്, അടിപൊളിയാണ്. രണ്ട് ടൈപ്പ് ഉണ്ട്. നാടൻ തട്ടുകട. ഐ ലവ് യു. ഭാര്യ കേൾക്കുന്നില്ലല്ലോ. ചിക്കൻ അണ്ണാക്കിൽ കൊള്ളരുത്. ഒരു സ്റ്റിക്ക് ഒരു പിന്നെ ചാട്ട് വന്നുപോയി. പാട്ട് പോലെ എല്ലാം like a diamond in the sky. അയ്യോ, അമ്പലപ്പുഴ പാൽപ്പായസം വേറൊരു സ്ഥലത്ത് ഉണ്ടാക്കിയിട്ട് ശരിയായിട്ടില്ലെന്ന് പറഞ്ഞു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് അമ്പലപ്പുഴ പാൽപ്പായസം ശരിയാവാഞ്ഞിട്ട് അടുപ്പുകല്ല് വരെ ഇളക്കി കൊണ്ടുപോയ ചരിത്രമുണ്ട്. പക്ഷെ ഇതൊന്നുമില്ലാതെ രാഗം, വരും കേരളീയ സമാജത്തിന്റെ പാട്ടുകാരുടെ കൂട്ടായ്മയായ രാഗം ഇത് അമ്പലപ്പുഴ പാൽപ്പായസം ഉണ്ടാക്കിയിരിക്കുകയാണ്. പിന്നെ കഴിക്കുന്നു പോരാന്ന് അഭിപ്രായം. അപ്പുറത്തിന് ശാല വേറെ ഉണ്ട് കഴിക്കാൻ. അതല്ല, പോരാന്ന് അഭിപ്രായം. അങ്ങനെ വടിച്ചു നോക്കി ഈ ഗ്ലാസ്സിലുള്ളത് പോരാന്ന അഭിപ്രായം. ഒരു ഗ്ലാസ് കൂടെ തരണം എന്ന് ഞാൻ ശ്രദ്ധിക്കുകയാണ്. നല്ല ബെസ്റ്റ് അമ്പലപ്പുഴ പാൽപ്പായസമാണ്. അമ്പലപ്പുഴ പാൽപ്പായസം ഒരു അല്പം കട്ടിയായിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ഉണ്ടാക്കിയ വാർപ്പിലെ പാൽച്ചുരണ്ടി ചെറുണ്ടി എടുത്തത് പഞ്ചസാരയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പാൽച്ചുരണ്ടി എനിക്ക് തരണമേ എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. കൽമാസ് ഉൾപ്പെടെ കണ്ണൂരുകാരുടെ സ്പെഷ്യൽ ഐറ്റമായ കൽമാസ് ഉൾപ്പെടെ, അതിന് മസാല ചേർന്ന കൽമാസ് ഉൾപ്പെടെ 1000 കോഴിക്ക് അരക്കാട എന്നാ പറയുന്നത്. 1000 കോഴിക്ക് അരക്കാട. കോഴിക്ക് 1000 കോഴിക്ക് അരക്കാട. അപ്പൊ ഇവിടെ കോഴികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അരക്കാട വാങ്ങിച്ച് കഴിക്കാം. ബന്ധപ്പെട്ട് സ്റ്റാൾ ഇടാറുണ്ട്. ഇപ്രാവശ്യം എന്താ ആ അറ്റത്ത് ജമാൽ ഖാന്റെ ജ്യൂസ് ഇടാ, അത് നമ്മളെയാണ്. എന്താണ് സ്പെഷ്യൽ? എല്ലാതരം ജ്യൂസ് ഉണ്ട്, ഫലൂദ ഉണ്ട്, എല്ലാം ഉണ്ട്. അടിപൊളി. ഭക്ഷണമൊന്നുമില്ല, ഫുഡൊന്നുമില്ല, ഫുഡ് ഐറ്റം. പിന്നെ ഇതാ കാസർഗോഡ് വരെ കെറിവാട മക്കളെ ഭിന്നശേഷിയുള്ള കുട്ടികളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ചാരിറ്റി അടിസ്ഥാനത്തിൽ നമ്മൾ നടത്തുന്നതാണ്. മുഴുവൻ സംഭവങ്ങൾ ഞങ്ങൾ വെറും ചാരിറ്റി മാത്രമാണ്. എന്താണ് സ്പെഷ്യൽ നിങ്ങളുടേതായ? കയറി വാ മക്കളെ, അടിച്ച് പൊളിച്ച് ഫുഡ് കഴിച്ചു പോവാം.
ഉമ്മച്ചിപ്പത്തൽ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ സ്പെഷ്യൽ ആണ് ഉമ്മച്ചിപ്പത്തല്. ഞാൻ ഇന്ന് വരെ ഉമ്മച്ചിപ്പത്തൽ കഴിച്ചിട്ടില്ല. അതുകൊണ്ട് ഒരു ഉമ്മച്ചിപ്പത്തൽ എനിക്ക് തരണമേ എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഉമ്മച്ചിപ്പത്തല് കഴിക്കുമ്പോൾ ടയർ പോകുന്ന ഒരു പത്തലാണിത്. ടയർ പത്തൽ എന്ന് പറയും. ടയർ പത്തൽ ഞാൻ കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഉമ്മച്ചിപ്പത്തൽ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ആദ്യമായിട്ട് കോഴിക്കോട് ശാന്തി തീരത്തിന്റെ സ്റ്റോളിൽ നിന്ന് വേറെ കേരളീയ സമാജത്തിൽ നിന്ന് കാസർഗോഡിന്റെ മോരിസോട നല്ല സ്പെഷ്യൽ സാധനം, നല്ല കൂട്ട് മോരിട്ട് വെച്ച് കൂട്ടിയ സാധനം. കുട്ടികളെ വായിക്കാനുള്ള സകല സാധനങ്ങളുമായിട്ടാണ് അവർ എത്തിയിരിക്കുന്നത്. സബ്സിഡി ഉണ്ട്. ഫാമിലി മുല്ലപ്പന്തൽ. ഹായ്, നമസ്കാരം. മുല്ലപ്പന്തലുകാരാണ്. നാട്ടിലെ ചാമ്പിന്റെ പേരുമായി ഇറങ്ങിയിരിക്കുകയാണ് മനുഷ്യനെ കൊതിപ്പിക്കാനായിട്ട്. മുല്ലപ്പന്തലുകാര് എന്താണ് ബീഫ് നോക്ക്, കറുപ്പ് കളറിൽ വരട്ടി എടുത്ത് വെച്ചേക്കുന്നതാണ് കോക്കനട്ട് ബീഫ് ഫ്രൈ. പാൽക്കപ്പ കോക്കനട്ട് ബീഫ് ഫ്രൈ. ഇതെന്താണ്? കൊഞ്ചുമാങ്ങയാണ്. കൊഞ്ചുമാങ്ങ, ഓണാട്ടുകരക്കാരുടെ സ്പെഷ്യൽ കൊഞ്ചുമാങ്ങ. ഇതാ ഹരീഷ് ഏട്ടൻ സ്വന്തം നാട്ടിലെ ഡിഷ് ഇവിടെ വന്ന് എരന്ന് വാങ്ങിക്കഴിഞ്ഞു. കൊഞ്ചുമാങ്ങ ഓണാട്ടുകരക്കാരുടെ. ിലേക്ക് വരൂ, ിലേക്ക് വരൂ. ചപ്പത്തിൻ്റെ കേരള പഴംപരി. ഈ പഴംപരി ബീഫിന്റെ പ്രത്യേകത ഒരു സൈഡിൽ ബീഫ് ഫ്രൈ, ഒരു സൈഡിൽ ബീഫ് റോസ്റ്റ്. ഏത് കഴിക്കണം നമ്മൾ കൺഫ്യൂഷൻ അടിച്ച് പണ്ടാലാണെങ്കിൽ രണ്ട് സ്പെഷ്യലാണ്. ബീഫ് റോസ്റ്റ്, ബീഫ് ഫ്രൈ ഉണ്ട്. പഴംപരി ബീഫ് അടിപൊളിയാണ്. ഇത് അറിയാലോ, കടയിലുണ്ടാക്കിയല്ല, എല്ലാം ഹോംമെയ്ഡാണ്. സകല സാധനങ്ങൾ ഹോംമെയ്ഡാണ്. സെല്ലോൺ പൊറോട്ട അപ്പുറത്തടിക്കുന്നുണ്ട്. സാധാരണ മലബാറിൽ വന്നു കഴിഞ്ഞാൽ ബിരിയാണിമാർക്ക് മാത്രം കിട്ടുന്ന മുട്ടമാലയിൽ പിന്നാടുന്നപ്പോ ഞാനിപ്പോ മലബാറിലായ ബിരിയാണിയായി വേറെ സ്റ്റാളും ഇല്ലല്ലേ ഹരീഷ്? അയ്യോ ഹരീഷ്, ഇത് ഹരീഷ് ഇത് ഇവരോട് പറ ഐ ലവ് യു. ഇതൊരു പായസാണ്. അല്ല, ഞാന് പ്രകാശല്ലേ, പ്രകാശ്. ഞാൻ പ്രകാശ് എന്നെ തള്ളു കേട്ടപ്പോ വെറും തള്ളായിരിക്കും. പായസം എടപ്പാൾ കുട്ടേട്ടെ ഇത് പറയൂട്ടോ. എടപ്പാൾ കുട്ടേട്ട് ഉണ്ടാക്കിയ പായസം. എന്ത് കഴിക്കുന്നുണ്ട് കാസർഗോഡിന്റെ സിഗ്നേച്ചർ അല്ലേ നാട്ടിൽ ഒന്നേ കഴിക്കുന്നത്. ആലപ്പുഴയിലല്ല, ബഹ്റൈനിൽ ആദ്യമായിട്ട് ഞങ്ങളൊരു റെസിപ്പി അവതരിപ്പിക്കുവാണ്. നിങ്ങൾ പഴംപൊരി ബീഫ് കഴിച്ചിട്ടുണ്ടാവും. മാമ്പഴപ്പൊരി ബീഫ് ബഹ്റൈനിൽ ആദ്യം, അത് വോയിസ് ഓഫ് ആലപ്പുഴയുടെ, ടേസ്റ്റ് ഓഫ് ആലപ്പുഴയുടെ സ്വന്തമായിട്ടുള്ള ബീഫ്.
മാമ്പഴപ്പൊരിയും ബീഫും, പിന്നെ നല്ല കുട്ടനാടൻ താറാവും മപ്പാസ്, അതിന്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല കല്ലപ്പം, പിന്നെ നമ്മുടെ നല്ല ഷാപ്പ് കറിയും കപ്പയും, പിന്നെ നല്ല അടിപൊളി ബീഫ് റോസ്റ്റ്, പിന്നെ നല്ല നൊസ്റ്റാൾജിക് പാലസിന്റെ ചിപ്പപ്പുണ്ട്. ഇതാണ് പഠിച്ച ആളാണ്. അണ്ണന്റെ മോള് പോയി. ദിവ്യയുടെ ഫ്രണ്ട് ദിവ്യ. പേര് സന്ധ്യ. സന്ധ്യ. ഞാൻ പറയാം. സൂര്യാണ് എന്നെ പ്രാജ് ചെയ്തിരിക്കുന്നത്. ഇതൊന്ന് പിടിച്ച് ടിഷ്യൂ കണ്ണി പൊടിയിട്ടേക്കാ മക്കളെ. മാവേലി ഇത്തവണ ഒരു ബെസ്റ്റ് സ്റ്റോറിനുള്ള പ്രൈസ് എടുക്കുകയാണ്. അതുപോലെ തന്നെ സൂര്യൻ പറക്കുന്ന സുമകാലി വീണ്ടും ഒരു പാട്ട് പാടി കളികളിൽ ചാമയാടും മഴവില്ലിന്റെ നീളമേ ഈ കുടുംബത്തെ സന്തോഷം മലയാളം ഉത്സവങ്ങൾ കൊണ്ടാടാൻ സ്നേഹത്തിന്റെ ഭൂമിയിൽ സമൃദ്ധിയുടെ നൊമ്പര. നമ്മളിപ്പോ പോകുന്നത് കൊല്ലം പ്രവാസി അസോസിയേഷൻ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള എല്ലാ വിഭവങ്ങളും ഇവിടെ ലഭ്യമാണ്. എല്ലാവരും സഹകരിക്കുക, ആഹ്ലാദിക്കുക, എൻജോയ് ചെയ്യാൻ പോവാം. നമ്മുടെ സമാജത്തിലെ രുചിമേള കാണാനും ഭക്ഷണത്തിന്റെ രുചി ആസ്വദിക്കാനും വേണ്ടി സൗദിയിൽ വരെ ആൾക്കാർ വന്നിട്ടുണ്ട്. സൗദിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു സുഹൃത്തിനെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുന്നത്. എന്താണ് പേര്? ഹരീഷ്. സൗദിയിൽ എവിടെയാണ്? ജുബൈൽ. ജുബൈൽ എന്ന് പറയുമ്പോൾ ഇവിടെ എങ്ങനെ വേറെ സ്ഥിരം വരാറുണ്ടോ? ഇവിടെ ഇങ്ങനെ ഓണാഘോഷവും രുചിമേളൊക്കെ നടത്തുന്ന പരിപാടിയുമായി ബന്ധപ്പെട്ട് തന്നെ ഒന്നാണ് ഈ പരിപാടിയാണ്. അതെയാ, ഒറ്റക്കാണോ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ? ആൾക്കുള്ളതാണ്. അതേപോലെ ഈ ജ്യൂസുകളെല്ലാം തന്നെ നമ്മളുടെ ഒക്കെ ഉണ്ടതാണ്. നമ്മുടെ നാട്ടിലെ ഇളനീരാണ്. ഇതിന്റെ നാട്ടിൽ നമ്മൾ വെച്ചിട്ടാണ്. അതേപോലെ തന്നെ ഇളനീർ ജ്യൂസ്, പിന്നെ മെയിൻ കോഴ്സ് ഫുഡിൽപ്പെട്ട നമ്മളെ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ട്. മലബാറിന്റെ സ്പെഷ്യൽ ഡിഷസ് ഒക്കെ ഉണ്ട്. അതെല്ലാം ഇപ്പൊ വരുള്ളൂ. നമ്മള് ഇതാണ്ടാ റേഷൻ ഫുഡ് ഇതെല്ലാം നാട്ടിൽ നിന്ന് നമ്മൾ നേരത്തെ കൊണ്ടുവന്നതാണ്. അതൊക്കെ ജ്യൂസാണ്, ഫ്രഷ് ജ്യൂസാണ്. സ്റ്റോളുണ്ട് തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള എല്ലാവിധ വെറൈറ്റീസുകളുണ്ട്. ഉടൻ തന്നെ രാജകലേഷ് വരും. പിന്നെ ഇതിനിടയ്ക്ക് നമ്മൾ സർപ്രൈസ് കുറച്ച് പ്രോഗ്രാംസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. എല്ലാം സർപ്രൈസ് ഇത്തവണ തൃശ്ശൂർ വെച്ചിട്ടായിരുന്നു. തൃശ്ശൂർ ഹയത്തിൽ വെച്ചിട്ടായിരുന്നു ഇത്തവണത്തെ സ്നേഹസംഗമം. അതിന്റെ പേര് ഹാർമണി എന്നായിരുന്നു. ആ ഹാർമണിയിലും ഇതേ രീതിയിൽ തന്നെയായിരുന്നു ഓരോരുത്തരെയും പരിചയപ്പെടാനും. വർഷങ്ങൾക്ക് മുമ്പ് വേറെ നിന്ന് തിരിഞ്ഞുപോയ ആൾക്കാരെ ശരിക്കും പ്രവാസിയായിട്ട് നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടുത്തെ ആൾക്കാർക്ക് അറിഞ്ഞൂടാ, ഇവിടെയുള്ള ആൾക്കാർക്ക് മൈൻഡ് ചെയ്യൂല. പക്ഷേ ബഹറിൽ കയറിയ സമാജം അവരെയൊക്കെ കണക്ട് ചെയ്യുന്നൊരു കണ്ണിയായി മാറിയിട്ടില്ല. ആ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വന്നാൽ മനസ്സിലാവും. അടുത്ത പ്രാവശ്യം കോഴിക്കോട് വെച്ചിട്ടാണ്.
I have never seen such a vibrant crowd so far. This is the 4th edition of our Ruchi Mela, and I'm very happy that you are all here to support us and enjoy the culinary varieties of them. We have actually a local friend of ours, Mr. Nasrul Rai. Actually, I and family know they own all the places here. In fact, this land also belongs to their family, and they are very kind enough to support us in our very activity of. മലയാളി പോലെയാടാ കലയുടെ നാടും ഞാനടാ സൂര്യൻ കുടഞ്ഞ നാട്ടാ പറക്കുന്ന സുമംഗാലി വീണ്ടും ഒരു പാട്ട് പാടി തടികളിൽ ചാമ്പയാടും മഴവില്ലിന്റെ നീളമേ ഈ കുടുംബത്തെ സന്തോഷം മലയാളി ഉത്സവങ്ങൾ കൊണ്ടാടാ. അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും പൊളിയല്ലേ? ഇനി ഇങ്ങനത്തെ ആഘോഷം ഉണ്ടെങ്കിൽ എല്ലാവരും ഉറപ്പായിട്ടും വേറൊരു കേരളീയ സമാജത്തിൽ വന്ന് കൊണ്ടടിച്ചേക്കണം. ഈ വൈബ് ലോകത്ത് വേറെ ഒരു ശ്രദ്ധിക്കണം അമ്മനെ. അമ്മനെ. യെസ്.